വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 4, 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ദീപം മറച്ചു വെക്കരുത്. അവൻ അവരോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാനാണോ, പീഠത്തിന്മേൽ വെക്കാനല്ലേ? വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വെളിച്ചത്തു വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, കൂടുതലും ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. സ്വയം വെളിപ്പെടുത്തപ്പെടുന്ന സത്യവും സ്വയം മറഞ്ഞിരിക്കാനിടവരുന്ന അസത്യവും. സത്യവും അസത്യവും എന്ന വർഗസമരത്തിന്റെ ഇരയാണ് മനുഷ്യജീവിതം എന്ന് കരുതാവുന്നത് ആണ്. ഈ സമരത്തിൽ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് സന്തോഷകരമായ സ്വാന്തനവും, അസത്യത്തിന്റെ വക്താക്കളായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ശക്തമായ താക്കീതും നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷം എന്ന് കരുതുന്നതിൽ തെറ്റില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു സത്യത്തെ ദീപമായിട്ടും വെളിച്ചമായിട്ടും ഉപമിക്കുമ്പോൾ അസത്യത്തെ ഇരുട്ടായിട്ടും അന്ധകാരമായിട്ടുമാണ് താരതമ്യപ്പെടുത്തുന്നത്. സത്യത്തിന്റെ സ്വഭാവം അത് സ്വയം വെളിപ്പെടുത്തുന്നതാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്. എന്നാൽ അസത്യത്തിന്റെ സ്വഭാവം സ്വയം മറഞ്ഞിരിക്കുക എന്നുള്ളതാണ്, വെളിപ്പെടുത്തപ്പെടാതെ ഒളിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സത്യത്തിന്റെ വാക്താക്കളാകാൻ ഇടവരുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിന്റെ ആധാരമായിട്ടുള്ള സത്യം വെളിപ്പെടുത്തപ്പെടുമ്പോൾ കൂടുതൽ അവർ അഭിമാനിക്കാനും സന്തോഷിക്കാനും സമ്മാനിക്കപ്പെടാനും ഇടവരും. അതേ സമയത്ത് അസത്യത്തിന്റെ ജീവിതശൈലി സ്വീകരിക്കാൻ ഇടവരുന്ന വ്യക്തികൾക്ക് താൽക്കാലികമായിട്ട് വിജയത്തിൻ്റെതായിട്ടുള്ള ലാഞ്ചനകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവന്നാലും ആത്യന്തികമായിട്ട് അവർ അനുധാവനം ചെയ്യുന്നത് അസത്യമാണെന്ന സത്യം വെളിപ്പെടുത്തപ്പെടുമ്പോൾ അവരുടെ ജീവിതം ഇരട്ടി ദുഃഖപൂർണമാകാനാണ് അത് വഴിതെളിയിക്കുക. ഈ ഒരു സത്യം യേശു തന്റെ അനുവാചകരെ, തന്റെ അനുയായികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കൂടെ ആയിരിക്കുകയില്ലേ? ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, അവന് ഇല്ലാത്തവനിൽ നിന്ന് പോലും എടുത്തുകൊണ്ട് ഉള്ളവന് സമ്മാനിക്കപ്പെടും എന്ന് പറയുന്നതിന്റെ അർത്ഥമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല. ഉള്ളവൻ എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ വാക്താവിനെ നഷ്ടപ്പെടാൻ ജീവിതത്തിൽ ഇല്ല, ആത്യന്തികമായിട്ട് നേടാനാണ് ഉള്ളത്. ജീവിതം ഒരു നേട്ടമാണ്. ആത്യന്തികമായിട്ട് സത്യം തെളിയിക്കപ്പെടുമ്പോൾ ഇരട്ടി ലാഭത്തിലേക്ക് അത് നീങ്ങാനിടവരും. എന്നാൽ അസത്യത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതശൈലി സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ആത്യന്തികമായിട്ട് അത് അസത്യമായിരുന്നു എന്ന് വെളിപ്പെടുത്തപ്പെടുമ്പോൾ നഷ്ടമാകാനും അത് കൂടുതൽ നഷ്ടക്കച്ചവടമാകാനാണ് ഇടവരിക. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിക്കണം എന്ന് വരികിൽ, ജീവിതത്തിൽ സമ്മാനിക്കപ്പെടണം എന്ന് വരികിൽ, യഥാർത്ഥത്തിലുള്ള ആനന്ദം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് വരികിൽ യേശു വ്യക്തമാക്കിയാണ് സത്യത്തിൻ്റെതായിട്ടുള്ള വഴികൾ നിങ്ങൾ പിന്തുടരാൻ ഇടവരണം എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ യേശുവിന്റെ ചിന്തയിൽ നിഴലിക്കുന്ന ദാർശനികത വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം എന്ന് കരുതുന്നതിൽ തെറ്റില്ല.